വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു റെഡ് ഡ്രസ്സാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് ഡ്രസ്സാട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും, കാരണം ഇത് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഡ്രസ്സാണ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിലും ഈ ഒരു മെറ്റീരിയൽ വെച്ച് കുറേ ടോപ്സ് ആൻഡ് ഡ്രസ്സുകൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും കേട്ടോ. മീഷോയിൽ ഓൾറെഡി നല്ല പോപ്പുലർ ആണ്. ആൻഡ് ഈ ഒരു മോഡൽ ഡ്രസ്സിൻ്റെ ഇത് റെഡ് ഡ്രസ്സാട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡ് മുന്നേ മീഷോ ഹോള് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ സെയിം ഫീച്ചേഴ്സ് ആട്ടോ. അന്ന് ഞാൻ വേറെ ലിങ്ക് നിന്ന് പർച്ചേസ് ചെയ്തേ. അപ്പോൾ ഇത് ആക്ച്വലി ഇവിടെ ഒരു സ്മോക്കഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു ഭാഗത്ത് സ്മോക്കഡ് ആണ്. ആൻഡ് നെക്കിലും മൊത്തം എലാസ്റ്റിക് വരുന്നുണ്ട്. ഇവിടെയൊക്കെ എലാസ്റ്റിക് ഉണ്ട്. ഇത്രയും ലെങ്ത് ഉണ്ട് സ്ലീവ്സിൻ്റെ അറ്റത്താണെങ്കിൽ എലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ജോർജറ്റ് ആണ്. പിന്നെ ഇതിൽ സെൽഫ് ഡിസൈൻ വരുന്നുണ്ട്. ഇവിടെ പ്ലീറ്റ്സ് ഉണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഓരോ തട്ടായിട്ടാട്ടോ. ഇവിടെ ഉണ്ട് പ്ലീറ്റ്സ് ആൻഡ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ചെറിയൊരു ലെയറും കൂടെ ഉണ്ട്. പിന്നെ ലൈനിങ് ഉണ്ട് ഈ ഒരു ഡ്രസ്സിന്. ഇവിടെ വരെയുണ്ട് കേട്ടോ ലൈൻ. ഏകദേശം ഇവിടെ വരെയുണ്ട് ലൈനിങ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. പിന്നെ സൈസിൻ്റെ കാര്യത്തിൽ എൻ്റെ നോർമൽ സൈസ് വരുന്ന മീഡിയം കേട്ടോ. അപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ 2 സൈസ് അപ്പ് മേടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് ഒരു സെയിം സൈസ് ആണെങ്കിൽ എന്തായാലും നല്ല ടൈറ്റ് ആവും. ഒന്നെങ്കിൽ ഒരു സൈസ് അധികം ഞാൻ പ്രിഫർ ചെയ്യുക 2 സൈസ് അപ്പ് പർച്ചേസ് ചെയ്യാനാണ്. അപ്പോഴാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിങ് വരിക. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് എൻ്റെ നോർമൽ സൈസ് വരുന്ന മീഡിയം ആണ്. ഞാനത് പർച്ചേസ് ചെയ്ത് എക്സൽ സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്, നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ പർച്ചേസ് ചെയ്ത് 412 റുപ്പീസിനാണ്. അടുത്തത് നേരത്തെ കാണിച്ച ടൈപ്പ് മെറ്റീരിയൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇത് മെറൂൺ ഷെയ്ഡാട്ടോ. നേരത്തെ ഞാൻ കാണിച്ച ഡ്രസ്സിൻ്റെ ടൈപ്പ് മെറ്റീരിയലാണ്. സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് ജോർജറ്റിൽ. ഈ ഒരു ഷോൾഡേഴ്സിൻ്റെ ഇവിടെ എലാസ്റ്റിക് ഉണ്ട്. ഷോർട്ട് സ്ലീവ്സ് ആണ്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഇവിടെ ബെസ്റ്റിൻ്റെ ഇവിടെ ഇങ്ങനെ ഫ്രില്ല് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് ഉണ്ട് കേട്ടോ. ഉള്ളിൽ ഇവിടെ എലാസ്റ്റിക് ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു കട്ടൗട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇവിടെ ഒരു പടിയുണ്ട് നടുക്ക്. പിന്നെ ബാക്കിൽ ഈ ഒരു ഭാഗത്ത് മൊത്തം സ്മോക്ക്ഡ് ആട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ എലാസ്റ്റിക് ആണ്. പിന്നെ പ്ലീറ്റ്സ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട്. ഇവിടെയും വരുന്നുണ്ട് പ്ലീറ്റ്സ്. ഇവിടെയുണ്ട് ആൻഡ് ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ് ആണെങ്കിൽ ഇത്രയുണ്ട് കേട്ടോ. ഏകദേശം ഇത്രയും ലെങ്ത്തിൽ വരും. ആൻഡ് എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആട്ടോ. അപ്പോൾ ഞാനിവിടെ സൈഡിൽ എല്ലാ ഡ്രസ്സും സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാനത് മേടിച്ച മീഡിയം സൈസിലാട്ടോ. എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഞാനത് ഈ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് 480 റുപ്പീസിനാണ്. പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡും അവൈലബിൾ ആട്ടോ. അടുത്തതും നേരത്തെ കാണിച്ച ടൈപ്പ് മെറ്റീരിയലിൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയലിൻ്റെ ഡ്രസ്സ് ഞാൻ ഇപ്രാവശ്യം കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഫ്രില്ല് വരുന്നുണ്ട്. ബാക്കിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനത്തെ മോഡൽ ഡ്രസ്സ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹോൾ വീഡിയോസിൽ. അപ്പോൾ ഇത്രയുണ്ട് കേട്ടോ ലൈനിങ്. പിന്നെ ഇവിടെ ചെറുതായിട്ട് പ്ലീറ്റ്സ് ഉണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ പ്ലീറ്റ്സ്. ഇത്രയുണ്ട് ലൈനിങ്. ബാക്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇതും ജോർജറ്റ് മെറ്റീരിയലാണ്. സെൽഫ് ഡിസൈൻ വരുന്നുണ്ട്. ഈ ഒരു ഡ്രസ്സാണെങ്കിൽ ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. ഫിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനത്തെ ഒരു മോഡൽ ഡ്രസ്സ് ഞാൻ ആമസോണിൽ നിന്ന് മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സൈസ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലൂസാണ്. സ്മോൾ എനിക്ക് നല്ല കറക്റ്റ് ആയിട്ടാട്ടോ നിൽക്കുന്നത്. ഇത് മീഡിയം എനിക്ക് ഫിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചുകൂടി ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലെങ്ത് ഉണ്ട് കേട്ടോ. ആ ഒരു ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ആ ഒരു ഡ്രസ്സിന് ഞാൻ എൻ്റെ പഴയ ഹോൾ വീഡിയോസിലൊക്കെ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത മീഡിയം സൈസിലാണ്. ആൻഡ് ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആട്ടോ. ഞാൻ അത് മേടിച്ചത് 312 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു സ്ട്രാപ്പി ഡ്രസ്സാണ്. റെഡ് ആൻഡ് വൈറ്റ് കളറിലാട്ടോ വരുന്നത്. സ്ട്രാപ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ ഇവിടെ ആണെങ്കിൽ വേസ്റ്റിൻ്റെ ഇവിടെ എലാസ്റ്റിക് വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് ഉണ്ട്. മേളിലാണെങ്കിൽ ഇങ്ങോട്ടാണ് സ്ട്രൈപ്സ്, താഴെ വെർട്ടിക്കലായിട്ടാട്ടോ സ്ട്രൈപ്സ്. ലൈനിങ് ഒന്നും വരുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ റയോൺ ആണ്, നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ഞാൻ അത് മേടിച്ച മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ വേറെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഞാൻ അത് പർച്ചേസ് ചെയ്ത് 252 റുപ്പീസിനാട്ടോ. അപ്പോൾ ഇതൊക്കെ സ്ട്രാപ്പി ഡ്രസ്സ് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ജാക്കറ്റ് പെയർ ചെയ്യാം. അടുത്ത ജോർജറ്റിൽ സെൽഫ് ഡിസൈൻ വരുന്ന ഡ്രസ്സാണ്, റെഡ് കളറാട്ടോ. ആൻഡ് ഇതാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും സ്മോക്ക്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സൈസ് 2 സൈസ് അപ്പാട്ടോ എടുത്തിട്ടുള്ളത്. എക്സൽ സൈസാണ് ഞാൻ എടുത്തത്. എൻ്റെ നോർമൽ സൈസ് മീഡിയം ആണ്, ഞാനിത് 2 സൈസ് അപ്പാണ് എടുത്തിട്ടുള്ളത്, എക്സൽ. അപ്പോൾ അതെനിക്ക് കറക്റ്റ് ആട്ടോ, കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ 1 or 2 സൈസ് അപ്പ് മേടിച്ചാൽ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം നല്ല കംഫർട്ടബിൾ ആവും. പിന്നെ ഇവിടെ മൊത്തം എലാസ്റ്റിക് വരുന്നുണ്ട്, നെക്കിലും ഇങ്ങനെ ഷോൾഡേഴ്സിലും. പിന്നെ ഷോർട്ട് സ്ലീവ്സ് ആട്ടോ, സ്ലീവ്സിൻ്റെ അറ്റത്തും എലാസ്റ്റിക് ഉണ്ട്. ഈ ഒരു എലാസ്റ്റിക് നമ്മൾ നോർമൽ ഇപ്പം മീഡിയം സൈസൊക്കെ മേടിക്കുന്നെങ്കിൽ ഈ ഒരു എലാസ്റ്റിക് ടൈറ്റ് ആവും, പിന്നെ ഇവിടെയും കുറച്ച് ടൈറ്റ് ആവും കേട്ടോ. അപ്പോൾ അധികം ഞാൻ പ്രിഫർ ചെയ്യുന്ന 1 or 2 സൈസ് മേടിക്കാനാണ്. 2 സൈസ് അപ്പ് മേടിച്ചാൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആവും കേട്ടോ. എനിക്ക് ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിരിക്കുന്ന ഫിറ്റ് വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് ഉണ്ട്, ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഇത്ര വരെ കേട്ടോ ലൈനിങ്. അത് പർച്ചേസ് ചെയ്ത് 324 റുപ്പീസിനാണ്. ഇതിന് വേറെ കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സോ അടുത്തത് ഡ്രസ് പ്ലസ് ജാക്കറ്റിൻ്റെ ഒരു കോംബോ ആട്ടോ. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. പക്ഷെ ഇതിന് ലെങ്ത്ത് തീരെ ഇല്ല കേട്ടോ. എനിക്ക് ഇതിൽ കാണിക്കുന്ന കാഫ് ലെങ്ത് ആണ്, പക്ഷേ ഞാനിതിടുമ്പം എബോവ് നീ ആയിട്ടാട്ടോ നിൽക്കുന്നത്. നല്ല ഷോർട്ടാണ് എനിക്ക്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ആട്ടോ. അപ്പോൾ എനിക്ക് ഇത് നല്ല ഷോർട്ടാണ്. പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ലെങ്ത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ആൻഡ് ഞാൻ മേടിച്ച മീഡിയം ആണ്. ഇവിടെയൊക്കെ ഓക്കെ ആട്ടോ, ഈ ഒരു ഭാഗമൊക്കെ. പിന്നെ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം പിക്ചറിലാണെങ്കിൽ ഇവിടെ ഒരു ബട്ടൺസിൻ്റെ ഒക്കെ ഡിസൈൻ ഉണ്ട് കേട്ടോ, പക്ഷേ ഇതിലങ്ങനെ ഇല്ല. ആൻഡ് സ്ട്രാപ്സ് ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്സ് ആണ്. ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ജാക്കറ്റ് വരുന്നുണ്ട്, കണ്ടോ, ഡെനിം ജാക്കറ്റ്, ഒരു ഡാർക്ക് ബ്ലൂ ജാക്കറ്റൊക്കെ എനിക്ക് കറക്റ്റ് ആട്ടോ. അപ്പോൾ ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. ജാക്കറ്റ് എനിക്ക് കറക്റ്റാണ്. ഡ്രസ്സിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ലാർജ് ആണെങ്കിലും എനിക്ക് ഓക്കെ ആവും തോന്നുന്നു കേട്ടോ. മീഡിയം ഇങ്ങനെ ഫിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാനിവിടെ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഈ ഒരു ഡ്രസ്സ് ഭയങ്കര ഷോർട്ടാണ്. എനിക്ക് പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഷോർട്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് പിന്നെയും ഓക്കെ ആവും കേട്ടോ. മെറ്റീരിയൽ വരുന്നത് ക്രേപ്പാണ്. ജാക്കറ്റും ഡ്രസ്സും കൂടെയാണ് ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 353 റുപ്പീസിനാണ്. സോ അതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.